ബോച്ചയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ബോച്ച വളരെയധികം ചിരിച്ചിട്ട് യെസ് ഞാൻ സക്സസ്ഫുള്ളി അറസ്റ്റ് ആയിരിക്കുന്നു, യെസ്. പുള്ളിക്കാരൻ ഇപ്പോഴും താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക് അതിനിപ്പോ എന്താണ്? അത് ബോച്ചേനെ കാണാൻ വരുമ്പോഴത്തേനും സ്ത്രീജനങ്ങൾ ഒറ്റയ്ക്ക് വരണം, അതാണ് അവിടുത്തെ ശീലം. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. ബോച്ചയെ കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഹെലനെ ഒന്ന് പൂശണം എന്നുണ്ടായിരുന്നു. തെരുവില് ഭിക്ഷാടനം നടത്തിയിട്ടാണ് ആ കാശ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോച്ച എന്ന് പറയുന്ന വലിയൊരു മനുഷ്യ സ്നേഹി. അവരുടെ ഇപ്പൊ ഞാനൊക്കെ വസ്ത്രം കണ്ട അവരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള വസ്ത്രം ഇടുമ്പോൾ ഏത് പുരുഷന്മാരാണെങ്കിലും അവരെനിക്ക് തോന്നുന്നത് ഇവര് നല്ലൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് കളിക്കുന്നതായിരിക്കും. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ചേച്ചി പോയി നിൽക്കുമ്പോൾ ഇദ്ദേഹം ഇത്തരത്തിലുള്ള തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ട് ഇതൊക്കെ നല്ലതായിട്ട് ഒരു പക്ഷേ തോന്നിയിരിക്കും. ചേച്ചിയുടെ മകളെയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പറയുന്നെങ്കിലോ മാന്യമായ വസ്ത്രം ധരിച്ച് നിന്ന ആളോടാണ് പറയുന്നത് ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ 3 പേരായിട്ട് വരുമെന്ന്. ഇന്ന് അയാൾക്ക് ജാമ്യം കിട്ടി അയാൾ ഇറങ്ങി വരും.